Watch India's largest kids library only on Jio Hotstar. Download the app now. കണ്ടില്ലേ, ഞാൻ എന്റെ സൈക്കിളിൽ ഗാഡ്ജറ്റ് പിടിപ്പിച്ചു. ലഡു സിംഗ് സർ, ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, ലഡു സിംഗ് സർ ചെറുതിലുള്ള കൂട്ടുകാരനുമായി വരികയാണ്. പുള്ളിയെ ഇംപ്രസ് ചെയ്യണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പൊന്ന് ചങ്ങാതി? എന്റെ അനുവാദമില്ലാതെ ഈ നഗരത്തിൽ ഒരു ഇല പോലും അനങ്ങില്ല. ഈ നഗരം മുഴുവനും എന്റെ കൺട്രോളാ ഉള്ളത്. കള്ളന്മാരെന്റെ പേര് കേട്ടാ മതി, അവന്മാര് നിന്നോട്ട് തന്നെ മുട്ടുകാല് വിറയ്ക്കും. ഇത് കൊള്ളാലോ ലഡ്ഡു, പിള്ളേര് നിനക്ക് ഇത്ര ബഹുമാനം തരുന്നുണ്ടോ? പിന്നെ ഉണ്ടാവില്ലേ? ഈ ലഡ്ഡു സിംഗിനെ കുറിച്ച് നീ എന്താണ് കരുതിയത്? അങ്കിൾ, ലഡു സിംഗ് സർ കാരണമാണ് നഗരത്തിൽ ശാന്തിയും സമാധാനവും ഒക്കെ ഉള്ളത്. ലഡു സിംഗ് സാറിനെ ഞങ്ങൾ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. അത് കൊള്ളാം. വെരി ഗുഡ്, വെരി ഗുഡ് കുട്ടികളെ. നന്ദിയുണ്ട് കുട്ടികളെ, പിന്നെ കാണാം. ബൈ. ശിവ, ഈ ലഡു സിംഗ് സാർ എന്തിനാ അദ്ദേഹത്തെ ഇത്ര ഇംപ്രസ് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലെ കൂട്ടുകാരൻ കാണാൻ വന്നിരിക്കല്ലേ, അപ്പൊ ഒന്ന് ഇംപ്രസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ചെയ്തോട്ടേനെ, നമുക്കെന്താ. ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തോളേ, ഞാനൊരു 5 മിനിറ്റിനുള്ളിൽ വരാം. എന്തായി? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ 4 ഡ്യൂപ്ലിക്കേറ്റ് ഗുണ്ടകളെ എന്റെ അടുത്തേക്ക് അയച്ചു വിടണമെന്ന്. എനിക്ക് അവന്മാരൊരു 4 തല്ല് തല്ലി എന്റെ കൂട്ടുകാരന്റെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ. അതെ ലഡു സിംഗ് സാറേ, അവരിതാ വന്നോണ്ടിരിക്കയാണ്. അധികം വൈകാതെ അങ്ങോട്ട് എത്തും. ഓക്കെ ഓക്കെ, അത് നന്നായി പെടറാം. ബൈ. എല്ലാവരും അവരവരുടെ സാധനങ്ങൾ എന്നെ ഏൽപ്പിക്കുക. ഈ തങ്ക എന്ന പേര് കേട്ട ലോകത്തിലുള്ളവരൊക്കെ ഞെട്ടി വിറയ്ക്കുന്നതായിരിക്കും. ഓഹോ, പേടാറാം അയച്ചിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഗുണ്ടകൾ എത്തിക്കഴിഞ്ഞു. ഇവന്മാരൊന്ന് ശരിക്കിട്ട് പെരുമാറി എന്റെ കൂട്ടുകാരന്റെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യണം. അനങ്ങി പോരുത്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ കള്ളന്മാര് മോഷ്ടിക്കുമ്പോ അവരോട് പറയും, വെറുതെ മോഷ്ടിക്കാൻ ശ്രമിക്കരുത്, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. എന്റെ മുമ്പിലാണോ നിങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത്? ഏതായാലും നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് എന്റെ രക്ഷപ്പെടാൻ കഴിയില്ല. ഹലോ ഹലോ, ലഡ്ഡു സിംഗ് സാറേ, ഞങ്ങളുടെ വണ്ടി പെട്ടെന്ന് പഞ്ചറായി, അതുകൊണ്ട് വരാൻ കുറച്ച് താമസിക്കും കേട്ടോ. വണ്ടി പങ്ക്ചറായിന്നോ? നിങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് മിക്കവാറും എന്റെ ബോഡി പങ്ക്ചർ ആവുന്ന തോന്നുന്നത്. അല്ല, ഇതെന്താ? ഇവര് ലഡു സിംഗ് സാറിനെ അടിക്കുകയാണല്ലോ. ശരി ശിവ. അതെ ലഡ്ഡു, ഇതെന്താണ് ഇപ്പൊ സംഭവിക്കുന്നത് ഇവിടെ? ഇപ്പൊ അടി വാങ്ങേണ്ട നീയല്ലേ ഗുണ്ടകളെ തല്ലേണ്ടത്.
ഇത് ഇയാള് ഗുണ്ടകളെ അടിക്കുമെന്നോ? ഇയാളോ? അതെ അങ്കിൾ, ലഡു സിംഗ് സർ മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് ആരും അടിക്കാറില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ ആ ഗുഡോന്റെ അകത്ത് ലഡു സിംഗ് സാറുമായി പോയി നോക്കൂ. എന്നിട്ട് കണ്ടു ലഡു സിംഗ് സർ നിങ്ങളെ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. എന്ത്? ഇത് സത്യമാണോ? ഇയാള് ഞങ്ങളെ ഇടിക്കുമെന്നോ? എന്നാ പിന്നെ നന്നായി. വരൂ സാറേ. രേവ, നീ എന്തിനാ വെറുതെ എന്നെ ഇങ്ങനെ കൊടുക്കുന്നത്? ഇവിടെ തന്നെ ആരും എന്നെ രക്ഷിക്കുന്നില്ല. എന്നിട്ടാണോ ഗോഡൌണിൽ എന്നെ രക്ഷിക്കാൻ പോണ്? ഇവന്മാരെന്നെ തല്ലിച്ചതയ്ക്കും. ഏയ്, ഇത്രയും വെടി കൊണ്ടിട്ടും താൻ എന്തിനാണോ ഡാൻസ് ചെയ്യുന്നത്? അതിന് കാരണം ഇനിവിടെ ഇടിയുടെ പൂരം കാണാൻ പോകുന്നത് നീയാണല്ലോ. ആ, ഞാൻ അവിടെ ഒരു സൈഡിൽ നിന്ന് കാഴ്ച കണ്ടോളാം. ഇടിയുടെ പൂരം കഴിയുമ്പോ എന്നോട് പറഞ്ഞാ മതി. ഓക്കേ? ചെല്ല് ചെല്ല്, തുടങ്ങിക്കോ. ഏയ് കുട്ടി, എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ചെല്ല്, പുറത്തു പോയി കളിക്കാൻ നോക്ക്. ഞങ്ങൾ ഇയാളെ പെരുമാറാൻ പോവാ. എന്നെ കൊട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്താ ലഡ്ഡു സിംഗ് ആണോ അടിച്ചത്? എന്താണ്? ഒന്നുകൂടി പയറ്റ് നോക്കണോ? വേണമെങ്കിൽ ഇപ്പൊ തന്നെ പറ. പയറ്റ് നോക്കണോ? വന്നേ, നമുക്ക് അകത്ത് വെച്ച് തന്നെ നോക്കാം. വന്നേ. എന്താ ഇനി വേണോ? നിങ്ങൾക്ക് വേണോ? പറ. അതോ നിങ്ങളുടെ വയറ് നിറഞ്ഞിട്ടില്ലാന്നുണ്ടോ? എങ്കിൽ അകത്തേക്ക് വാ. വയറ് നിറച്ച് തരാം നിങ്ങൾക്ക് ഞാൻ. ഇനി ഇവിടെ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വന്നേ. വരാൻ. ഇനി ആർക്കെങ്കിലും എന്റെ കയ്യിൽ നിന്ന് വാങ്ങണമെങ്കിൽ വേഗം വന്നോ. ലഡ്ഡു, നീ ഒരു സൂപ്പർ കാര്യമാണല്ലോ ചെയ്തത്. എന്നാ ഫൈറ്റ് ആയിരുന്നത്. പിന്നെന്തിനാ റോട്ടിൽ കിടന്ന് അടി വാങ്ങിയേ? എനിക്ക് ഈ റോട്ടിൽ വെച്ച് വഴക്കുണ്ടാക്കുന്ന കാര്യം അത്ര ഇഷ്ടമല്ല കാര്യല്ലടോ. അതായത് എനിക്ക് ഈ ജാടാന്ന് പറഞ്ഞ കാര്യം തന്നെ ഇഷ്ടമല്ല. സർ, നിങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു സമാധാനം. ഓ, എന്തൊരു തല്ലായിരുന്നു ഗുണ്ടകളെയൊക്കെ. വാവ്. ഓക്കെ ഓക്കെ കുട്ടികളെ, താങ്ക് യു വെരി മച്ച്. സന്തോഷായിരിക്കണം, നന്നായി പഠിക്കണം. വരട്ടെ. ഓക്കെ, ബൈ. ഒരു കുട്ടിയാണ് നമ്മളെല്ലാം ഇടിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ലഡ്ഡു സിംഗിന്റെ വാചകപടി കേൾക്കേണ്ടി വന്നു. അവൻ വലിയ ഹീറോയാണെന്ന വിചാരം. ചെല്ല, ആ ലഡ്ഡു സിംഗിന്റെ കൂട്ടുകാരനെ പിടിച്ചുകൊണ്ട് വരൂ. എന്നിട്ട് വേണം ആ ലഡ്ഡു സിംഗിനെ വരച്ച വരയിൽ നിർത്താൻ. സാറ് ചോദിച്ച ഫയൽ എന്നാ? ഹലോ ലഡ്ഡു സിംഗ്, നഗരത്തിലുള്ള എല്ലാ ജ്വല്ലറി ഷോപ്പിലും കയറി അവിടെയുള്ള എല്ലാ സ്വർണവും എനിക്ക് കൊണ്ടുവന്ന് തരണം. ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്നാ മതി. സമയാവുമ്പോ ഞാൻ അറിയിച്ചോളാം എവിടെ വരണമെന്ന്. അതെ, ഞാൻ പ്രശസ്ത പോലീസ് ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ആണ്. അറിയോ? എന്നോടാണ് മോഷ്ടിക്കാൻ പറയണേ. പറ. എന്നാ വേണ്ട, നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണുള്ളത്. അവനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ മോഷണം ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നിന്റെ കുട്ടിക്കാലത്തുള്ള കൂട്ടുകാരൻ. രക്ഷിക്കണേ, രക്ഷിക്കണേ. ഹലോ ഹലോ, എന്റെ കൂട്ടുകാരനൊന്നും ചെയ്യല്ലേ പ്ലീസ്. ഹലോ ശിവ, വേഗം വന്നേ, വേഗം വാ പ്ലീസ്. ലഡു സിംഗ് സർ, നിങ്ങളൊരു ബാഗുമായി ചെല്ലൂ. ഞാൻ നിങ്ങളുടെ പുറകെ ആ സ്ഥലത്ത് എത്തിക്കോളാം. എന്നിട്ട് നമുക്ക് നിങ്ങളുടെ ഫ്രണ്ടിനെ രക്ഷിക്കാം. ഓക്കെ ശിവ, താങ്ക് യു. ഇപ്പൊ തന്നെ പോയിക്കോളാം. ഹലോ ലഡ്ഡു സിംഗേ, എന്തു പറ്റി? അതെ, ഞാൻ മോഷ്ടിച്ച സാധനങ്ങളുമായിട്ട് അങ്ങോട്ട് വന്നോണ്ടിരിക്കുക.
ലഡ്ഡു സിംഗെ നുണ പറയരുത്. താൻ എവിടെയും പോയി മോഷ്ടിച്ചിട്ടില്ലല്ലോ. എന്റെ ആൾക്കാർ മുഴുവനും തന്നെ നോട്ട് ചെയ്യുന്നുണ്ട്. ചെല്ല്, ജ്വല്ലറി പോയി മോഷ്ടിക്ക്, എന്നിട്ട് എന്നെ വിളിക്ക്. കള്ള സ്വർണവുമായിട്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ നിന്റെ കൂട്ടുകാരന്റെ പൊടി പോലും ഉണ്ടാവില്ല. സേട്ടു, ഒരു 2 മണിക്കൂറിന് ഇവിടുത്തെ സ്വർണങ്ങളൊക്കെ ഞാൻ മോഷ്ടിക്കാൻ പോവാണ്. പണി കഴിഞ്ഞു ഞാൻ തിരിച്ചു കൊണ്ടുവന്നോളാം. എന്തോ ലഡ്ഡു സിംഗ് സാറേ, ഇവിടെ മോഷ്ടിക്കൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ എന്തിനാ ഇപ്പൊ മോഷ്ടിക്കാൻ വന്നേ? ഏയ് സേട്ടു, താൻ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. എന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ മോഷണം നടത്തുന്നത്. എടോ, ഇത് വെറും 2 മണിക്കൂറിന്റെ കാര്യമുള്ളൂ. വേഗം എടുത്തേ, എല്ലാം എന്റെ ബാഗിനകത്ത് ഇടാൻ പറ. ലഡ്ഡു സിംഗ് സാറേ, കാര്യമൊക്കെ കാര്യം, തൊട്ടു പോകട്ടെ ഈ സ്വർണത്തിലൊക്കെ. എടോ, തന്നോട് ഞാൻ എത്ര പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്ത് പറയണം, എന്റെ കൂട്ടുകാരനെ രക്ഷിക്കണം. എന്റെ അവസ്ഥ താനെന്ന് മനസ്സിലാക്ക്. മര്യാദക്ക് ആ സ്വർണ്ണൊക്കെ എന്റെ ബാഗിനകത്ത് ഇട് വേഗം. ശരി ശരി, എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഒരു ഇൻസ്പെക്ടർ വന്ന് മോഷ്ടിക്കുന്നു. ഞാൻ ആരോടാ ചെന്ന് ഇതൊക്കെ പറയാ? കമോൺ ഫ്രണ്ട്സ്, വേഗം വരൂ. നമ്മൾ താഴെ കൂടി പോവുകയാണെങ്കിൽ അവര് കാണും. അതുകൊണ്ട് നമുക്ക് മുകളിൽ കൂടി പോയാൽ മതി. ഓക്കെ ഓക്കെ. ശിവ, റോഡ് മുഴുവനും ക്ലിയർ ആണല്ലോ. ചിലപ്പോ അവര് താഴെ കൂടി മുകളിൽ നോക്കിയാൽ നമ്മളെ കാണില്ലേ? ഡോണ്ട് വറി രേവ, ഞാൻ അതിനുള്ള ഉപായം കണ്ടുപിടിച്ചേക്കാം. അല്ല, ഇതെന്താ? ഇതാ കുരുത്തം കേട്ട പിള്ളേരാ. ഈ പിള്ളേർ എവിടുന്നാണ് അവർ കെട്ടിയെടുത്തത്? ലഡ്ഡു സിംഗ് വന്നല്ലോ. സ്വർണം എവിടെ? ആഹാ, സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്റെ കൂട്ടുകാരനെ വെറുതെ വിടണം. ഒറ്റൊരുത്തരും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കൂട്ടുകാരാ, ഈ വിഷമിക്കണ്ട, ഞാനിത് എത്തിക്കഴിഞ്ഞു. ലഡ്ഡു സിംഗ്, നീ വന്നു കഴിഞ്ഞോ? നോക്ക്, ഈ ആൾക്കാരെന്നെ ഇവിടെ പിടിച്ചു കെട്ടി വെച്ചിരിക്കുക. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, താനിപ്പോ കണ്ടോ ഇവന്മാർക്കിട്ടൊരു പണി ഞാൻ കൊടുക്കാൻ പോണ്. ദാ കണ്ടോ? ഏ കുട്ടി, നീ ഇവിടെയും എത്തിയിരിക്കുന്നോ? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. നിന്നെ കണ്ടോ? എന്റെ കൂട്ടുകാരുടെ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് കളിച്ചാലേ ഭയങ്കര അടി വാങ്ങും. എന്റെ പൊന്ന് ചങ്ങാതി, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ഇടിയൊന്നും അല്ല കൊള്ളുന്നത്. എന്റെ കൂട്ടുകാരനല്ലേ ഇപ്പൊ തന്നെ തല്ലിക്കൊണ്ടിരിക്കണേ. അതപ്പോ തന്റെ കൂട്ടുകാരനാണോ? അതെ, എന്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരനാണ് അവൻ. എന്റെ കൂടെ അല്ല അവൻ പഠിച്ചേ. ഓ, ആ കൂട്ടുകാരനാണോ തന്റെ ഒപ്പം ഇരുന്ന് പഠിച്ചത്? അതെ, ഞങ്ങൾ ഒരുമിച്ചാണ് BA പഠിച്ചത്. ഇല്ല, ഇത് സത്യമല്ല. സത്യം
സത്യം പറ, അത് തന്റെ കൂട്ടുകാരനാണോ? അതെ, ഒന്നിച്ച് കളിച്ചിട്ടുണ്ടെന്ന്. ചെറുപ്പത്തിൽ ഞങ്ങൾ കബഡിയൊക്കെ കളിച്ചിട്ടുണ്ട്. എന്റെ നടുവടിഞ്ഞേ. എന്താ അവനുമായിട്ട് കബഡി കളിച്ചെന്നാണോ പറഞ്ഞത്? ഇതെങ്ങനെ സംഭവിക്കാനാണ്? തനിക്കിപ്പോ എത്ര വയസ്സായി? 55. ഏയ് കേക്കൂ, ഇവൻ 55 വയസ്സായി. അയാളുടെ ചെറുപ്പത്തിൽ ഇവൻ അവന്റെ കൂടെ കബഡി കളിച്ചിട്ടുണ്ടെന്ന്. അവനെ കൊന്നേക്ക്. അതൊരു കുട്ടിയല്ല. ഹലോ, ഇനി എത്ര അടി വാങ്ങും എന്റെ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന്? ഇതെങ്ങനെ സത്യമാവാനാ? വരൂ, നമുക്ക് ഒന്നുകൂടി പോയി നോക്കാം. വരാനാ പറഞ്ഞത്. വന്നേ, ഞാൻ കാണിച്ചു തരാം. ഓരോരുത്തരായിട്ട് വന്നേ, എന്റെ പവർ ഞാൻ കാണിച്ചു തരാം. വാ, കലക്കി മോനെ ലഡു. ഈ ഗുണ്ടകളെ വിടരുത് കേട്ടോ. അതെ, ഇനി ആരെങ്കിലും ഉണ്ടോ എന്നോട് ഏറ്റുമുട്ടാൻ? ഉണ്ടെങ്കിൽ വേഗം വന്നേ, വരാൻ. വന്നേ കൂട്ടുകാരെ, എന്നോടൊപ്പം വന്നേ. എല്ലാരും ഇട്ട് ഞാൻ ശരിക്കൊന്ന് പെരുമാറി. ആ ഐ വാ ലഡു സിംഗ്, താനൊരു വലിയ ധൈര്യശാലിയാണല്ലോ. എല്ലാരും തല്ലി തകർത്തല്ലോ. ലഡു സിംഗ്, താനൊരു വലിയ ധൈര്യശാലിയാ. എങ്ങനെ തല്ലിയ യവന്മാരെയൊക്കെ ഒരുമിച്ച്? ഓ, അതൊന്നും എന്നോട് ചോദിക്കല്ലേ, ഒരിക്കലും ചോദിക്കരുത്. ആ പറ എന്റെ സുഹൃത്ത്, ഒന്ന് തെളിച്ച് പറ. താൻ ഇത്ര നല്ല സൂപ്പർ ഫൈറ്റ് എവിടുന്നാ മാഷ പഠിച്ചത്? കുൻഫു ആണോ ചെയ്യണത് അതോ കരാട്ടയാണോ? ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കല്ലേ, ഞാൻ ചിലപ്പോ സത്യം വിളിച്ചു പറയും. ചോദിക്കരുത്. എന്ത് സത്യാ പറയാൻ പോണേ? ഈ ഫൈറ്റ് ചെയ്തത് ശിവയാണ്, ഞാനല്ലടോ. ഈ നഗരം ശാന്തമായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ ഈ ശിവയാണ്. ഞാൻ വെറുതെ ഫൈറ്റ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ലഡു സിംഗ് സർ, ഇന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു നിങ്ങൾ സത്യസന്ധനായ ഒരു നല്ല മനുഷ്യനാണെന്ന്. ഇതിനേക്കാളും കൂടുതലായിട്ട് വേറെ എന്താ വേണ്ടത്? ശിവ പറയണത് ശരിയാണ് ലഡു സിംഗ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിന്. Watch India's largest kids library only on Jio Hotstar. Download the app now.